ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് അമൃതപ്പൊടി കൊണ്ട് നുറുക്കുണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അമൃതപ്പൊടി എല്ലാവരും വീട്ടിലും വെറുതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതെടുത്ത് നുറുക്കുണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അത് നല്ല തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് അമൃതപ്പൊടി ഇട്ട് കൊടുക്കുക. ഒന്നുണ്ട് പത്തിരിപ്പൊടി വാട്ടുന്ന പോലെ നമുക്കൊന്ന് വാട്ടി വെക്കാം. അപ്പോൾ അമൃതപ്പൊടി കുറച്ച് എള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ടേസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വാട്ടിയെടുക്കാം. വെള്ളം കുറച്ചും കൂടി പൊടി ഇട്ടിട്ട് ഒന്നുകൂടി മാറ്റിയെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഒരു വട്ടം ഉണ്ടാക്കിയപ്പോൾ രണ്ടാമത്തെ വട്ടമാണ് ഉണ്ടാക്കുന്നത്. അന്ന് ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ വിചാരിച്ചിട്ട് നിങ്ങൾക്കും ഒന്ന് കാണിച്ചു തരാമല്ലോ എന്ന്. അപ്പോൾ അതാ ഈ രൂപത്തിലാക്കിയെടുത്തുകൊണ്ട് നമുക്കൊന്ന് താഴ്ത്ത് വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് റെഡിയാക്കിയെടുക്കാം. നമുക്ക് നോക്കിയിട്ടുണ്ട് ആ അച്ചെടുത്ത് അതിൽ നുറുക്കിൻ്റെ അച്ച് വെച്ചിട്ട് നമുക്ക് ഇതാക്കി വെക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ മോനെ സാധനങ്ങൾ എടുക്കാൻ വന്നിട്ടാണ്. അപ്പോൾ എന്താ ചെയ്യുന്നത് ഉണ്ടായി പോക്കും വേണം, പോക്കും ചെയ്യണം. അപ്പോൾ ഞാൻ അതിനൊരു പൊട്ടെടുത്തിട്ട് കയ്യിൽ കൊടുത്തതാണ്. വാട്ടിയതാണല്ലോ, അപ്പോൾ കഴിക്കാനെന്ന് കഴിച്ചിട്ട് വെച്ചിട്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമായിക്കണ കഴിക്കുന്നുണ്ട്. കൈ കൊടുക്കുന്നു കഴിക്കണമുണ്ട്. നമുക്കൊക്കെ കിട്ടും, എല്ലാം ഫുള്ള് കിട്ടണം എന്നാണ് എനിക്ക്. ആ ചെറിയ പൊട്ട് കൊടുത്ത് നമുക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മളിത് അതിൽ കാറ് പിടിച്ചതാണ്, ചളിയല്ല കേട്ടോ. ഈ കാറ് പിടിച്ചത് നമ്മൾ തീരെ ഉപയോഗിക്കണില്ല. അപ്പോൾ അങ്ങനെ അമൃതപ്പൊടി ഇതായി കിട്ടിയപ്പോൾ നുറുക്കുണ്ടാക്കിയാലോ എന്ന് തോന്നി. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി ചേർത്തതാണ്. അപ്പോൾ നമ്മൾ ഇത് ചൂടാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് നിറച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് അതിൽ ഒഴിച്ചെടുത്ത് നോക്കാം. നല്ല ചൂടായി വന്നിട്ട് നമുക്ക് ഒഴിച്ചെടുക്കാം. നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല, ഞാനതായിട്ട് ഒഴിച്ചിട്ട് ഞാൻ ഇതാക്കിയിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഫോൺ വെക്കാനൊരു സ്ഥലമില്ലാത്ത കാരണം ഞങ്ങൾ സൈഡിൽ വെച്ചതാണ്. നമുക്ക് ഒഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ശരിക്ക് നുറുക്കിൻ്റെ അതേപോലെ തന്നെ ഒരു ചെറിയ മുരിച്ചിലും ഇതൊക്കെ ഉണ്ട് കേട്ടോ. വല്ലാതെ അങ്ങോട്ട് കറുമുറില്ല, പക്ഷെ എന്നാലും നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. ചെറിയൊരു മധുരവും ഒക്കെ ഉള്ള കാരണം നമുക്ക് ചെറിയൊരു നല്ല രസമുണ്ട്. പിന്നെ ചെറിയൊരു മുറുമുറുക്കുണ്ട്. അതാണ് നമ്മളൊക്കെ വെച്ചത്. പൊട്ടി പോരണമൊന്നുമില്ല, നല്ല ഇതിൽ തന്നെയാണ് കിട്ടുന്നത് കേട്ടോ. നുറുക്കിൻ്റെ അതേ ഷേപ്പിൽ തന്നെയാണ് നല്ല ഇതിൽ ഉണ്ടാകും. അപ്പോൾ അത് ഞാൻ പൊരിച്ചെടുത്തതാണ്, നല്ല ഷേപ്പിൽ തന്നെ കിട്ടണം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ ആകുമ്പോൾ കുട്ടികൾക്കും നല്ല ഇഷ്ടമാവും. ഇവർക്കിപ്പോൾ ഉണ്ട കൊടുക്കണമായിട്ട് ഇഷ്ടമായിരിക്കും. ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് ഓനധികം നല്ല കഴിച്ചത്. മറ്റേ ആദ്യം കോഴിക്ക് വിരകി കൊടുക്കുമ്പോഴൊന്നും തീരെ കഴിക്കലില്ല. ഒരു രാഗി മാത്രമേ നമ്മൾ കഴിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും അങ്ങനെ വിരകി കൊടുക്കുമ്പോൾ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് എല്ലാം ഇഷ്ടമായിരിക്കണം. അധികം മെഴുക്കും പിടിക്കണില്ല, നമ്മൾ നുറുക്കുണ്ടാക്കുന്ന പോലെ തന്നെ നല്ല മെഴുക്ക് പിടിക്കുക അങ്ങനത്തെ തോന്നില്ല. അപ്പോൾ മൂപ്പരാൾ വന്നിട്ടൊന്ന് കൈയിട്ട് അതപ്പോൾ അതൊക്കെ ഒന്ന് പൊടിഞ്ഞത് ഇട്ടാൽ മതി, അല്ലാതെ പൊടിയണമൊന്നുമില്ല, നല്ല നുറുക്ക് പോലെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക. ശരി.